السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. ഏറെ ബഹുമാനമുള്ള പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, സഹീഹുൽ ഖുർആനിന്റെ മൂന്നാമത്തെ സെഷനിലെ 22ാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. സൂറത്തു താരിഖിലെ അവസാന ഭാഗമായ 11 മുതൽ 17 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ആദ്യമായി നമുക്കതിന്റെ ഖിറാഅത്ത് ഒന്ന് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. والسماء ذات الرجع والأرض ذات الصدع إنه لقول فصل وما هو بالهزل إنهم يكيدون كيدا وأكيد كيدا فمهل الكافرين أمهلهم رويدا. ഇനി നമുക്കതിലെ ആദ്യ 2 വചനങ്ങളുടെ അർത്ഥവും വിശദീകരണവും ഒക്കെ നോക്കാം. വസ്സമാഇ ദാതിർ റജ, ആവർത്തിച്ച് മഴ ചൊരിക്കുന്ന ആകാശം തന്നെയാണ് സത്യം. വസ്സമാ എന്ന് പറഞ്ഞാൽ ആകാശം തന്നെയാണ് സത്യം. ദാതിർ റജ, മടക്കമുള്ളതായ അല്ലെങ്കിൽ ആവർത്തനമുള്ളതായ ആകാശം തന്നെയാണ് സത്യം. അവിടെ ആവർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഴ ആവർത്തിച്ചു വരുന്നതിനെയാണ് എന്നാണ്. അടുത്ത വചനം വൽ അർളി ദാതിസ് സദ, അഥവാ പിളർന്ന ഭൂമിയും തന്നെയാണ് സത്യം. പിളരുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സസ്യലതാദികൾ ഇങ്ങനെ മുളച്ച് മുകളിലേക്ക് വരുമ്പോൾ അവിടെ ഭൂമി അതിനു വേണ്ടി ഇങ്ങനെ പിളർന്നു കൊടുക്കുന്ന ആ ഒരു പിളരലിനെയാണ് ഉദ്ദേശിക്കുന്നത്. വൽ അർള് എന്ന് പറഞ്ഞാൽ ഭൂമിയും തന്നെയാണ് സത്യം. ദാതിസ് സദ എന്ന് പറഞ്ഞാൽ പിളരൽ ഉള്ളതായ അല്ലെങ്കിൽ പിളരുന്നതായ എന്നാണ്. ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹ് പറയുന്നു, ഖൗലുഹു തആല വസ്സമാഇ ദാതിർ റജ എന്ന് പറഞ്ഞാൽ ഐ ദാതിൽ മത്ർ, മഴയുള്ളതായ ആകാശം തന്നെയാണ് സത്യമെന്നാണ്. തർജിഉ കുല്ല സനത്തിൻ ബിമത്റിൻ ബഅദ മത്ർ, അഥവാ ഓരോ വർഷവും ഒരു മഴയ്ക്ക് ശേഷം അടുത്ത മഴയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ആകാശത്ത് നിന്ന് മനുഷ്യർക്കും മറ്റു സൃഷ്ടികൾക്കും എല്ലാം വേണ്ടി മഴയെ ഉതിർത്തു നൽകുന്നു. അതിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്രകാരമാണ് ആമത്തുൽ മുഫസ്സിരീൻ, പൊതുവെയുള്ള എല്ലാ മുഫസ്സിരീങ്ങളും ആ രീതിയിലാണ് വിശദീകരണം നൽകിയിട്ടുള്ളത് എന്നാണ്. അല്ലാഹു തആല അഅലം. അതേപോലെ തന്നെ ഭാഷാപരമായി നോക്കുകയാണെങ്കിൽ വഖാല അഹ്ലുൽ ലുഗ, ഭാഷാപരമായുള്ള പണ്ഡിതന്മാർ അർ റജ എന്നതിന് അൽ മത്ർ എന്ന് അർത്ഥം നൽകിയതായും കാണാൻ കഴിയും. അഥവാ മഴയുടെ മറ്റൊരു പേരായിക്കൊണ്ട് അർ റജ എന്ന് അറബികൾ സങ്കല്പിക്കാറുണ്ട് അല്ലെങ്കിൽ പറയാറുണ്ട് എന്നാണ്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതുപോലെ വസ്സമാ, ആകാശം തന്നെയാണ് സത്യം എന്ന് ഖസമിന്റെ രീതിയിലാണ് അവിടെ വന്നിട്ടുള്ളത് എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഖസമിനെ സംബന്ധിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ധാരാളം ചർച്ച ചെയ്തതാണ്, ഇനി അത് ആവർത്തിക്കുന്നില്ല. ഇനി അടുത്ത വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹ് തന്നെ പറയുന്നു വൽ അർദി ദാതിസ് സദ, അതും ഖസമുൻ ആഖർ, മറ്റൊരു ഖസമാണത്, അഥവാ അതും ഒരു സത്യം ചെയ്ത് പറയുന്ന രീതിയാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഥവാ പിളരലുകളുള്ള ഭൂമി തന്നെയാണ് സത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെടികൾക്കും മരങ്ങൾക്കും പഴവർഗ്ഗങ്ങൾക്കും അതേപോലെ തന്നെ പുഴകൾക്കും വേണ്ടിയെല്ലാം ഭൂമി ഇങ്ങനെ പിളർന്നു കൊടുക്കുന്നുണ്ട്. ആ ഒരു പിളരലിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ്. നദീറഹു, അതെ, അതിന് സമാനമായുള്ള മറ്റൊരു വചനമാണ് സൂറത്ത് അബസയിലെ 26ാമത്തെ വചനമായിക്കൊണ്ട് നാം പഠിച്ചത് സുമ്മ ശഖഖനൽ അർള ശഖ്ഖാ എന്ന്, അഥവാ ഭൂമിയെ നാം ഒരു പിളർത്തി. അതിന്റെ വിശദീകരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതുമാണ്. ഇവിടെ സ്വദ എന്ന് വന്നിട്ടുള്ളത് അശഖ് എന്ന അതേ അർത്ഥത്തിൽ തന്നെയാണ്, അഥവാ പിളർത്തൽ അല്ലെങ്കിൽ പിളരൽ എന്നൊരു അർത്ഥമാണ് അതിന് നൽകപ്പെടേണ്ടത് എന്നാണ്. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇതും ഒരു ഖസമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ പിളരലുകളുള്ള ആകാശം തന്നെയാണ് സത്യം എന്നാണ് അവിടെ അർത്ഥമുള്ളത്. സാരാർത്ഥം പറയുകയാണെങ്കിൽ സസ്യങ്ങൾ മുളക്കാൻ വേണ്ടി പിളർന്നു വരുന്ന ആ ഭൂമി തന്നെയാണ് സത്യം എന്ന് സാരാർത്ഥമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് 13ാമത്തെ വചനത്തിലേക്ക് കടക്കാം. ഇന്നഹു ലഖൗലുൻ ഫസ്ൽ, ആയത്തിന്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് ഒരു ഖണ്ഡിതമായ തീരുമാന വചനം തന്നെയാണ്. ഇന്നഹു, തീർച്ചയായും ഇത്, അഥവാ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചാണ് പറയുന്നത്. ലഖൗലുൻ, അതൊരു വാക്ക് തന്നെയാണ് അല്ലെങ്കിൽ ഒരു വചനം തന്നെയാണ്. ഫസ്ലുൻ, തീരുമാനമായ അല്ലെങ്കിൽ ഖണ്ഡിതമായ. അപ്പൊ ഇതൊരു ഖണ്ഡിതമായ വാക്ക് തന്നെയാണ്, വചനം തന്നെയാണ് എന്നാണ്. അടുത്ത വചനം നോക്കുകയാണെങ്കിൽ 14ാമത്തെ ആയത്ത് വമാ ഹുവ ബിൽ ഹസ്ൽ, ഇതൊരിക്കലും ഒരു തമാശയല്ല. അഥവാ വമാ ഹുവ, ഇതല്ല താനും, ബിൽ ഹസിൽ ഒരു തമാശയല്ല അല്ലെങ്കിൽ ഒരു
വിനോദമല്ല. മറ്റുള്ള പുസ്തകങ്ങൾ വായിക്കുന്നത് പോലെ, കഥാപുസ്തകങ്ങളോ അല്ലെങ്കിൽ നോവലുകളോ ഒക്കെ വായിക്കുന്നത് പോലെ കേവലം ഒരു തമാശയായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിനെ കാണാൻ കഴിയുകയില്ല എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വിശദീകരണത്തിലേക്ക് കടക്കാം. ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹ് പറയുന്നു, ഇന്നഹു ലഖൗലുൻ ഫസ്ൽ എന്ന് പറഞ്ഞാൽ അലാ ഹാദാ വഖഅൽ ഖസം. കഴിഞ്ഞ 2 വചനങ്ങളിലായിക്കൊണ്ട് വസ്സമാഇ ദാതിർ റജ വൽ അർളി ദാതിസ് സദ എന്ന് പറഞ്ഞു. ആകാശം തന്നെയാണ് സത്യം, ഭൂമി തന്നെയാണ് സത്യം എന്നൊക്കെ പറഞ്ഞു. ആ സത്യം ചെയ്ത് പറയുന്ന കാര്യം എന്താണ്? അത് ഇന്നഹു ലഖൗലുൻ ഫസ്ലുൻ, ഇതൊരു ഖണ്ഡിതമായുള്ള വാക്ക് തന്നെയാണ്, വചനം തന്നെയാണ് എന്ന ആ ഒരു ഖസം ഇതിലേക്കാണ് വന്ന് പതിക്കുന്നത് എന്നാണ്. ആ കാര്യങ്ങളെല്ലാം സത്യം ചെയ്ത് പറഞ്ഞത് ഈ ഒരു വിഷയം പറയാൻ വേണ്ടിയാണ് എന്നാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നൽ ഖുർആൻ യഫ്സിലു ബൈനൽ ഹഖ് വൽ ബാത്തിൽ, തീർച്ചയായും വിശുദ്ധ ഖുർആൻ അത് സത്യത്തിനും അസത്യത്തിനും ഇടയിൽ വേർതിരിവുണ്ടാക്കുന്നുണ്ട്. സത്യമേതാണ് അസത്യമേതാണ് എന്ന് വിശുദ്ധ ഖുർആൻ വഴി കാണിച്ചു തരുന്നുണ്ട്. വമാ ഹുവ ബിൽ ഹസ്ൽ, ഇതൊരിക്കലും ഒരു തമാശയല്ല. ലൈസൽ ഖുർആൻ ബിബാത്തിൽ വൽ ലഅബ്, അഥവാ ഇതൊരു കളിയായിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു നിരർത്ഥകമായ ഒരു കാര്യമായിക്കൊണ്ടോ കേവലം കെട്ടുകഥകൾ പറയുന്ന ഒരു പുസ്തകമായിക്കൊണ്ടോ ഒരിക്കലും വിശുദ്ധ ഖുർആനെ കാണാൻ കഴിയുകയില്ല എന്നാണ്. വൽ ഹസ്ൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹസ്ൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിദ്ദുൽ ജിദ്, അഥവാ കാര്യഗൗരവമുള്ള ഒരു വിഷയത്തിന്റെ നേരെ വിപരീതമായിക്കൊണ്ടാണ് ഹസ്ൽ എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. ഇപ്പൊ കാര്യഗൗരവമില്ലാത്ത ഏതൊരു കാര്യമായാലും അത് ഹസിലിന്റെ ഗണത്തിലാണ് വരിക. ഒന്നുകിൽ വിനോദമായിരിക്കാം, അല്ലെങ്കിൽ തമാശകളായിരിക്കാം, അത്തരത്തിലുള്ള കളികളായിരിക്കാം, ഒക്കെ ഹസിലിന്റെ ഗണത്തിലാണ് വരിക. ലഅബ് കളി, അതേപോലെ തന്നെ വിനോദം, ലഗ്വ്, അതുപോലുള്ള അബസ് നിരർത്ഥകമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ, അതൊക്കെ ഹസിലിന്റെ ഗണത്തിലാണ് വരിക. ഇമാം ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് വിശദീകരിച്ച കാര്യങ്ങളിലേക്ക് കടക്കാം. വമാ ഹുവ ബിൽ ഹസ്ൽ എന്ന് പറഞ്ഞാൽ മാ ഹുവ ബിൽ ലഅബി വൽ അബസി വൽ ലഗ്വി ബൽ ഹുവ ഹഖ്ഖുൻ, ഇതൊരിക്കലും കളിയല്ല, തമാശയല്ല, വിനോദമല്ല, അത് കേവലം നിരർത്ഥകമായ കാര്യവുമല്ല, മറിച്ച് ഇത് സത്യം തന്നെയാണ്. കലിമാതുഹു കുല്ലുഹാ ഹഖ്ഖുൻ, അതിലുള്ള എല്ലാ വാക്കുകളും എല്ലാ വാചകങ്ങളും അത് സത്യം തന്നെയാണ്. അഖ്ബാറുഹു സിദ്ഖുൻ, അതിൽ പറഞ്ഞ വൃത്താന്തങ്ങൾ അതെല്ലാം സത്യസന്ധമാണ്. വഅഹ്കാമുഹു അദ്ലുൻ, അതിലുള്ള എല്ലാ വിധിവിലക്കുകളും അത് പൂർണ്ണമായും നീതിയുക്തം തന്നെയാണ്. വതിലാവതുഹു അജ്റുൻ, അതിലുള്ള അത് പാരായണം ചെയ്യുക എന്നുള്ളത് അത് പൂർണ്ണമായും പ്രതിഫലാർഹവും തന്നെയാണ്, ആരാധനയാണ്. അപ്പൊ ഒരു മനുഷ്യൻ അത് പാരായണം ചെയ്യുകയാണെങ്കിൽ ലൗ തലാഹുൽ ഇൻസാനു കുല്ല അവാനിഹി ലം യമല്ല മിൻഹു, ഒരിക്കലും തന്നെ ആത്മാർത്ഥമായി കൊണ്ടൊരു മനുഷ്യൻ അത് പാരായണം ചെയ്യുകയാണെങ്കിൽ അവന് മടുപ്പ് അനുഭവപ്പെടുകയില്ല. വഇദാ തലാഹു ബി തദബ്ബുരിൻ വതഫക്കുരി, അവൻ ഉറ്റാലോചിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണ് എങ്കിൽ ഫതഹല്ലാഹു അലൈഹി മിനൽ മആനി, വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ അവന്റെ മുന്നിൽ അല്ലാഹു ആ വിശുദ്ധ ഖുർആൻ മുഖേന തുറന്നു കൊടുക്കുന്നതായിരിക്കും. മാ ലം യകുൻ ഇൻദഹു മിൻ ഖബൽ, മുമ്പ് പാരായണം ചെയ്തപ്പോൾ ലഭിക്കാത്ത വ്യത്യസ്ത ആശയങ്ങൾ, പുതിയ ആശയങ്ങൾ വിശുദ്ധ ഖുർആൻ അവന് വീണ്ടും വീണ്ടും മുന്നിലേക്ക് വഴി കാണിച്ചു കൊടുക്കും എന്നാണ്. അത് മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും മറ്റുള്ള പുസ്തകങ്ങളിൽ നിന്നുമെല്ലാം വിശുദ്ധ ഖുർആനെ തീർത്തും വ്യത്യസ്തമാക്കുന്ന ഒരു വിഷയം കൂടിയാണ്. മറ്റുള്ള പുസ്തകങ്ങൾ ഒരു പക്ഷെ ആവർത്തിച്ചു വായിച്ചാൽ നമുക്ക് മടുപ്പ് അനുഭവപ്പെടും, അതേപോലെ തന്നെ പുതിയ അറിവുകൾ ലഭിച്ചു കൊള്ളണമെന്നുമില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല, അത് ആവർത്തിച്ച് പാരായണം ചെയ്യുന്തോറും അതിനുള്ള ആശയങ്ങൾ വീണ്ടും വീണ്ടും മനുഷ്യന്റെ മനസ്സിലേക്ക് ഇങ്ങനെ പ്രകടമായി കൊണ്ടിരിക്കും, പ്രതിഫലിച്ചു കൊണ്ടിരിക്കും എന്നതാണ്. അതേപോലെ തന്നെ അത് പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആത്മാർത്ഥമായി കൊണ്ടാണ് എങ്കിൽ അവന് മടുപ്പുണ്ടാവുകയില്ല. കാരണം അത് ആരാധനയാണ്, അത് പാരായണം ചെയ്യുമ്പോൾ പരലോകത്ത് അവന് പ്രതിഫലം ലഭിക്കും എന്ന ആഗ്രഹം അല്ലെങ്കിൽ അവന്റെ മനസ്സിലൊരു നീയത്ത് ഉണ്ടായിരിക്കുകയും ചെയ്യുമെന്നാണ്. അതിനാൽ തന്നെ അതൊരിക്കലും അവന് മടുപ്പുള്ളതായി മാറുന്നില്ല. എന്നതിന് ശേഷം ഇമാം ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് നമ്മോടായിക്കൊണ്ട് ഉപദേശിക്കുകയാണ്, ഇഖ്റഅൽ ഖുർആൻ വതദബ്ബർഹു, അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഉറ്റാലോചിച്ചുകൊണ്ട് അത് പാരായണം ചെയ്യുക. കുല്ലമാ ഖറഅതഹു വതദബ്ബർതഹു ഹസല ലക മിൻ മആനിഹി, ഏതൊരു നിമിഷം നീ വിശുദ്ധ ഖുർആൻ അർത്ഥമറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം നിനക്ക് അതിൽ നിന്നും ആശയങ്ങൾ ഗ്രഹിക്കാവുന്നതാണ്. മാലം യകുൻ യഹ്സുൽ ലക മിൻ ഖബൽ, മുമ്പ് കിട്ടാത്ത വ്യത്യസ്തങ്ങളായ അറിവുകൾ വിശുദ്ധ ഖുർആനിൽ നിന്നും നിനക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ കുല്ലു ഹാദാ ലിഅന്നഹു ഫസ്ലുൻ വലൈസ ബിൽ ഹസ്ൽ, അത് വിശുദ്ധ ഖുർആൻ തീർത്തും അത് ഫസ്ല് തന്നെയാണ്, അത് സത്യം തന്നെയാണ്, ഒരിക്കലും തന്നെ അത് കളിതമാശയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ വലാകിന്ന അൽ കലാം അൽ ലഗ്വ് മിൻ കലാമിൻ നാസ്, ജനങ്ങൾ എഴുതിയുണ്ടാക്കിയിട്ടുള്ള പുസ്തകങ്ങളോ നോവലുകളോ അത്തരത്തിലുള്ള അതെന്തുമായിക്കോട്ടെ, കുല്ലമാ കറർതഹു വമജ്ജജ്തഹു വകരിഹ്തഹു വമല്ലൽതഹു, അത് നീ ഇങ്ങനെ ആവർത്തിച്ച് വായിക്കുകയാണെങ്കിൽ സ്വാഭാവികമാണ് അത് നിനക്ക് നിന്റെ മനസ്സിൽ അത് മടുപ്പുണ്ടാക്കും, വീണ്ടും വീണ്ടും വായിക്കുവാൻ നമുക്ക് കഴിയുകയുമില്ല.
ഒരു ഏറിപ്പോയാൽ 5 or 6 പ്രാവശ്യമേ ഒരു പുസ്തകം നമുക്ക് വായിക്കാൻ കഴിയുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് അത് വായിക്കാൻ നമുക്ക് കഴിഞ്ഞു കൊള്ളണമെന്നില്ല. മടുപ്പ് ഉണ്ടായിരിക്കും. വിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല. അത് തീർത്തും പ്രതിഫലാർഹമായുള്ള ആരാധനയായിക്കൊണ്ടാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ഒരിക്കലും ഒരു മനുഷ്യന് മടുപ്പുണ്ടാക്കുന്നില്ല എന്നാണ്. ഇനി നമുക്ക് അടുത്ത വചനങ്ങളിലേക്ക് കടക്കാം. ഇന്നഹും യകീദൂന കൈദ. ആയത്തിന്റെ അർത്ഥം തീർച്ചയായും അവർ അഥവാ അവിശ്വാസികളായുള്ള ആളുകൾ ഒരു വമ്പിച്ച തന്ത്രം പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നഹും തീർച്ചയായും അവർ യകീദൂന അവർ തന്ത്രം പ്രയോഗിക്കും, അല്ലെങ്കിൽ ഉപായം പ്രവർത്തിക്കുന്നു. കൈദൻ ഒരു തന്ത്രം അല്ലെങ്കിൽ ഒരു ഉപായം. അപ്പൊ അവരൊരു ഉപായം പ്രവർത്തിക്കുകയാണ്, അല്ലെങ്കിൽ അവരൊരു തന്ത്രം മെനയുകയാണ് ചെയ്യുന്നത്. 16-ാമത്തെ വചനം വഅകീദു കൈദ, ഞാനും ഒരു വമ്പിച്ച തന്ത്രം പ്രയോഗിക്കുന്നതാണ്. വഅകീദു എന്ന് പറഞ്ഞാൽ ഞാനും തന്ത്രം പ്രയോഗിക്കുന്നു, കൈദ ഒരു തന്ത്രം. സൂറത്ത് തൗരിഖിലെ അവസാനത്തെ വചനം 17-ാമത്തെ ആയത്ത് ഫമഹിലിൽ കാഫിരീന അംഹിൽഹും റുവൈദ. അതുകൊണ്ട് പ്രവാചകരെ, അവിശ്വാസികൾക്ക് നീ കാലതാമസം നൽകുക, അവർക്ക് നീ അല്പമൊന്ന് താമസം ചെയ്തു കൊടുക്കുക. ഫമഹിൽ ആകയാൽ പ്രവാചകരെ താങ്കൾ സാവകാശം കൊടുക്കുക, താമസം കൊടുക്കുക. അൽ കാഫിരീന ആ സത്യനിഷേധികൾക്ക്, അംഹിൽഹും താങ്കൾ താമസം ചെയ്തു കൊടുക്കുക. മഹിൽ എന്ന അതേ അർത്ഥം തന്നെയാണ് അംഹിൽ എന്നതിനും നൽകപ്പെടുന്നത്. റുവൈദ ഒരു കുറച്ചു നേരം, അല്ലെങ്കിൽ ഒരു അല്പം താങ്കൾ അവർക്ക് കാലതാമസം കൊടുക്കുക എന്നാണ്. വിശദീകരണത്തിലേക്ക് കടക്കാം. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു, ഇന്നഹും യകീദൂന കൈദ എന്ന് പറഞ്ഞാൽ യംകുറൂന ബിന്നാസി ഫീ ദഅവതിഹിം ഇലാ ഖിലാഫിൽ ഖുർആൻ. അഥവാ വിശുദ്ധ ഖുർആനിന്റെ വിപരീതാർത്ഥത്തിലേക്ക് അവർ അവരുടെ പ്രബോധനവുമായി കൊണ്ട് മുന്നേറുകയാണ്. അഥവാ ജനങ്ങൾ വിശുദ്ധ ഖുർആനിലേക്ക് പോകുമ്പോൾ അതിന്റെ നേരെ വിപരീതത്തിലേക്ക് അവർ ആ ജനങ്ങളെ നയിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിൽ നിന്നും അവരെ തെറ്റിച്ചു കളയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫമഹിലിൽ കാഫിരീന, അഥവാ അൻദിർഹും വലാ തസ്തഅജിൽ ലഹും, അവരോട് കാത്തു നിൽക്കാൻ താങ്കൾ പറയുക, അവർ ധൃതി കാണിക്കേണ്ടതില്ല എന്നാണ്. അഥവാ അവർക്ക് ലഭിക്കാനുള്ള ശിക്ഷയും റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള കോപവുമെല്ലാം അതവർക്ക് വന്നു ഭവിക്കുക തന്നെ ചെയ്യും. അവർ അതിന് ധൃതി കാണിക്കേണ്ടതില്ല എന്ന് അവരാക്ഷേപിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അംഹിൽഹും റുവൈദ എന്ന് പറഞ്ഞാൽ, റുവൈദ എന്ന പദത്തിന്റെ അർത്ഥം ഖലീല എന്നാണ്, കുറച്ച് അല്ലെങ്കിൽ അല്പം ഒന്നവർ കാത്തിരുന്നു കൊള്ളട്ടെ. ഐ വതറാ മാദാ ഉഹില്ല ബിഹിം മിനൽ അദാബ് വന്നികാൽ വൽ ഉഖൂബ വൽ ഹലാക്, നാശമായി കൊണ്ടും അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷയും അതേപോലെ തന്നെ പരീക്ഷണവും ഒക്കെ ആയിക്കൊണ്ട് അവരുടെ മേൽ ഭവിക്കുന്ന കാര്യങ്ങൾ പ്രവാചകരെ താങ്കൾക്ക് കാണാവുന്നതാണ്. താങ്കൾ അവരുടെ വിഷയത്തിൽ ധൃതി കാണിക്കേണ്ടതില്ല. അവർക്ക് ലഭിക്കാനുള്ള ഈ വക ശിക്ഷയെല്ലാം അതവരിൽ ചെന്ന് ഭവിക്കുക തന്നെ ചെയ്യും. അല്പമൊന്ന് കാത്തിരിക്കുക എന്നാണ്. ഇനി നമുക്ക് അവസാനമായി കൊണ്ട് ഇമാം ഷൻഖീതി റഹ്മഹുല്ലയുടെ അദ്വാഉൽ ബയാനിൽ നിന്നും വായിക്കാം. അദ്ദേഹം പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ച ഇന്നഹും യകീദൂന കൈദൻ വഅകീദു കൈദ എന്ന ആ ഒരു കാര്യം, അത് നിസ്ബത്തു ഹാദൽ ഫിഅൽ ലഹു തആല, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പ്രവർത്തനമാണ്. എന്നാൽ ഖാലു ഇന്നഹു മിൻ ബാബിൽ മുഖാബല, ഇത് അള്ളാഹുവിൽ നിന്നുള്ള നിരുപാധികം ഉള്ള പ്രവർത്തനമാണ് എന്നൊരിക്കലും പറയാൻ സാധിക്കുകയില്ല. അഥവാ കുതന്ത്രം പ്രയോഗിക്കുക എന്നത് ബാബുൽ മുഖാബലയായിട്ട് മാത്രമേ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അഥവാ പ്രതിരോധത്തിന് വേണ്ടി മാത്രമേ അള്ളാഹുവിനെ ആ ഒരു വിശേഷണം വിശേഷിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. സൂറത്തു ആൽ ഇംറാനിലെ 54-ാമത്തെ വചനത്തിലും ഇതേ രീതിയിലുള്ള പ്രയോഗം നമുക്ക് കാണാം. വമക്കറു വമക്കറല്ലാഹ്, അവർ കുതന്ത്രം കാണിച്ചു, അപ്പോൾ അള്ളാഹുവും കുതന്ത്രം കാണിച്ചു. അതേപോലെ തന്നെ ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, മുനാഫിക്കുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവർ മറ്റുള്ള ആളുകളുടെ അരികിലേക്ക് പോയിട്ട് പറയും ഞങ്ങൾ അവരെ കളിയാക്കിയതാണ്. അതേപോലെ തന്നെ മുസ്ലിങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് അവർ പറയും ഞങ്ങൾ അവരെ കളിയാക്കിയതാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടായിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹു യസ്തഹ്സിഉ ബിഹിം, അല്ലാഹു അവരെയും കളിയാക്കുന്നതാണെന്ന് പറഞ്ഞു. അഥവാ അവിടെ കളിയാക്കുക എന്ന അള്ളാഹുവിന്റെ പ്രവൃത്തിയെ സംബന്ധിച്ച് പരാമർശിച്ചു. അപ്പൊ ഇത്തരത്തിലുള്ള അള്ളാഹുവിന്റേതായി സ്ഥിരപ്പെട്ടു വന്ന വിശേഷണങ്ങൾ, ആ വിശേഷണങ്ങളെ സംബന്ധിച്ച് സലഫുകൾ പറയുന്നതായി കൊണ്ട് കാണാം. വഖദ് ഇത്തഫഖ സലഫ് അന്നഹു ലാ യുൻസബു ഇലല്ലാഹി തആല അലാ സബീലിൽ ഇത്ലാഖ്, നിരുപാധികം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചേർത്തി വെക്കാവതല്ല. വലാ യജൂസു അൻ യുഷ്തഖ ലഹു ബിൻഹു ഇസ്മു, അതേപോലെ തന്നെ അതിൽ നിന്നും അള്ളാഹു കളിയാക്കുന്നവനാണ് അല്ലെങ്കിൽ അള്ളാഹു കുതന്ത്രം പ്രയോഗിക്കുന്നവനാണ് എന്നിങ്ങനെ അള്ളാഹുവിന്റെ ഒരു ഇസ്മായിക്കൊണ്ട്, ഒരു നാമമായിക്കൊണ്ട് അത് വേർതിരിച്ച് മനസ്സിലാക്കാവതുമല്ല. വഇന്നമാ യുത്ലഖു ഫീ മുഖാബിൽ ഫിഅലിൽ ഇബാദ്,
അടിമകളുടെ പ്രവർത്തികൾക്ക് എതിരിടുവാൻ വേണ്ടി ആ ഒരു സന്ദർഭത്തിൽ മാത്രമേ അത് ഉപയോഗിക്കുവാൻ പാടുള്ളൂ എന്നാണ്. അത്തരത്തിലുള്ള സന്ദർഭത്തിലല്ലാതെ ഒരു എതിരിടുക എന്ന രീതിയിലല്ലാതെ അത് ഒരിക്കലും പ്രയോഗിക്കാവതല്ല എന്നതാണ് സലഫുകളുടെ ഈ വിഷയത്തിലുള്ള നിലപാട്. അപ്രകാരമാണ് ഇമാം ഷൻഖീത്തി റഹ്മഹുല്ലാ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. അല്ലാഹു തആല അലം. ഇനി അതേപോലെ തന്നെ കൈദ എന്ന ആ ഒരു പ്രയോഗം, കൈദ എന്നും മക്ര എന്നും ഒക്കെ ഒരേ അർത്ഥത്തിലുള്ള പദങ്ങളാണ്. മുഅ്ജമു മഖായിസിൽ ലുഗ എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു ഫാരിസ് പറയുന്നത് കൊണ്ട് കാണാം, വൽ അറബു ഖദ് തുത്ലഖുൽ കൈദ് അലൽ മക്ർ. കൈദ്, മക്ർ ഇത് രണ്ടും ഒരേ വിഷയത്തിലായിക്കൊണ്ട് അറബികൾ ഉപയോഗിക്കാറുണ്ട്. വൽ അറബു ഖദ് യുസമ്മൂനൽ മക്ര കൈദ. അതേപോലെ തന്നെ മക്റിന് മക്ർ എന്ന സ്ഥാനത്ത് കൈദ എന്നും കൈദ എന്ന സ്ഥാനത്ത് മക്ർ എന്നും രണ്ട് രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും അറബികൾ ഉപയോഗിക്കാറുണ്ട് എന്നാണ്. ഇത് രണ്ടിനെ കൊണ്ടും അർത്ഥമാക്കപ്പെടുന്നത് കുതന്ത്രം പ്രയോഗിക്കുക അല്ലെങ്കിൽ തന്ത്രം പ്രയോഗിക്കുക എന്ന ആശയം തന്നെയാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വ്യത്യസ്ത സന്ദർഭങ്ങളിലായിക്കൊണ്ട് ഇത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്ർ കാണിച്ചതായിക്കൊണ്ട്, തന്ത്രം കാണിച്ചതായിക്കൊണ്ട് പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സൂറത്തു ആൽ ഇംറാനിലെ 54-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, വമക്കറു വമക്കറല്ലാഹു വല്ലാഹു ഖൈറുൽ മാകിരീൻ. അവർ കുതന്ത്രം കാണിച്ചു. ആ സന്ദർഭത്തിൽ അള്ളാഹുവും കുതന്ത്രം കാണിച്ചു. തന്ത്രം കാണിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് ഏറ്റവും ഉത്തമനായിട്ടുള്ളത് എന്ന് ആ ഒരു വചനം. ആ വചനം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവിടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊല ചെയ്യുവാൻ ശത്രുക്കൾ കുതന്ത്രം പ്രയോഗിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെതിരെ കുതന്ത്രം കാണിച്ചു. അപ്പോ ശത്രുക്കളുടെ കുതന്ത്രം എന്താണെന്ന് വെച്ചാൽ അത് ഖത്ല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വധിക്കുക എന്നതാണ്. എന്നാൽ അള്ളാഹു അവിടെ കുതന്ത്രം കാണിച്ചത് വമക്റുല്ലാഹി ഇൽഖാഉശ് ശബ. അള്ളാഹു സുബ്ഹാനഹു വ തആല കുതന്ത്രം കാണിച്ചത് അത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലുള്ള മറ്റൊരാളെ അവർക്ക് മുന്നിൽ ഇട്ടുകൊടുത്തുകൊണ്ടാണ്. അങ്ങനെ അവർ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പകരം ആ വ്യക്തിയെ കൊല്ലുകയും അവരുടെ കുതന്ത്രത്തെക്കാൾ അപ്പുറത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല കുതന്ത്രം കാണിച്ച് ഈസാ നബിയെ ആകാശലോകത്തേക്ക് ഉയർത്തുകയുമാണ് ഉണ്ടായത് എന്നാണ്. ഇനി അതേപോലെ തന്നെ സൂറത്തു നഹ്ലിലെ 26-ാമത്തെ വചനത്തിലും ഇതേ രീതിയിൽ ഒരു സംഭവം പറയുന്നതായി കൊണ്ട് കാണാം. ഖദ് മക്കറല്ലദീന മിൻ ഖബ്ലിഹിം ഫഅതല്ലാഹു ബുൻയാനഹും മിനൽ ഖവാഇദ് ഫഖറ അലൈഹിമുസ് സഖഫ് മിൻ ഫൗഖിഹിം വഅതാഹുമുൽ അദാബു മിൻ ഹൈസു ലാ യശ്ഉറൂൻ. അഥവാ അവർക്ക് മുമ്പുള്ളവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കുതന്ത്രം കാണിച്ചിട്ടുണ്ട്. അഥവാ നമ്രൂദിന്റെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവിടെ പരാമർശിക്കുന്നത്. അങ്ങനെ അവർ കെട്ടിപ്പൊക്കിയതുണ്ടാക്കിയതിന്റെ താഴ്ഭാഗത്ത് തന്നെ അതിന്റെ ഖവാഇദുകൾ, അതിന്റെ അടിത്തറകൾക്ക് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാശം വരുത്തുകയാണ്. അങ്ങനെ ഫഖറ അലൈഹിമുസ് സഖ്ഫു മിൻ ഫൗഖിഹിം, മുകൾ ഭാഗത്ത് നിന്നും അത് മൊത്തത്തിൽ നിലം പതിക്കുകയാണ്. വഅതാഹുമുൽ അദാബു മിൻ ഹൈസു ലാ യശ്ഉറൂൻ, അവർ വിചാരിക്കാത്ത ഭാഗത്ത് നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അദാബ്, ശിക്ഷ അവരിലേക്ക് വന്നെത്തുകയും ചെയ്തു എന്നാണ്. ഇത് നമ്രൂദിന്റെ ആ ഒരു സംഭവം പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോ ഫകാന മക്റുഹും ബുൻയാനസ് സർഹ് ലിയസ്അദ ഇലസ് സമാ, ആകാശത്തിലേക്ക് എത്തിപ്പിടിക്കുവാൻ വേണ്ടി അവർ മക്ർ കാണിച്ചത്, കുതന്ത്രം കാണിച്ചത് വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക എന്നതായിരുന്നു. ഫകാന മക്റുല്ലാഹി ബിഹിം, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറന്നുകൊണ്ട് അവർ ഇത്തരത്തിലുള്ള ചെയ്ത്തുകളിലേക്ക് കടന്നെരിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ കുതന്ത്രം കാണിക്കുകയാണ് ഉണ്ടായത്. അല്ലാഹുവിന്റെ കുതന്ത്രം എന്താണെന്ന് വെച്ചാൽ അത് അൻതറകഹും ഹത്താ തസാഅദു ബിൽ ബിനാ, അവരുടെ ആ കെട്ടിടത്തിന്റെ പണി അത് തീർക്കുവാൻ വേണ്ടി അവരെ ഉപേക്ഷിച്ചു കൊടുത്തു. അങ്ങനെ അവസാനം ഫഅതല്ലാഹു ബുൻയാനഹും മിനൽ ഖവാഇദ്, അതിന്റെ അടിത്തറകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാശം വിതക്കുകയാണ്. ഫഹദമഹു അലൈഹിം, അങ്ങനെ അത് മൊത്തത്തിൽ നിലം പൊത്തുകയും അങ്ങനെ അവർ തീർത്തും നാശത്തിലാവുകയും ചെയ്തു എന്നാണ്. ഇനി ഈ ഒരു സന്ദർഭത്തിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ വഹകദ അൽ കൈദു ഹുന, ഇവിടെ അല്ലാഹു കുതന്ത്രം കാണിച്ചു എന്ന് പറഞ്ഞത് ഇന്നഹും യകീദൂന ലിൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളോടും ഇസ്ലാമിനോടും കുതന്ത്രം കാണിക്കുന്ന ചില ആളുകൾ. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹി, അവരുടെ വായ കൊണ്ട് അവർ ഈ ഒരു അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിയണക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വല്ലാഹു യകീദു ലഹും ബിൽ ഇസ്തിദ്റാജ്, അള്ളാഹു ആകട്ടെ അവരോട് കുതന്ത്രം കാണിക്കുന്നതാണ് അത് ഇസ്തിദ്റാജ് ആയിക്കൊണ്ടാണ്, പടിപടിയായിക്കൊണ്ട് അള്ളാഹു അവരെ പിടികൂടുന്ന രീതിയിലാണ്. അങ്ങനെ അവസാനം അവർ പരിപൂർണമായും അവർ നശിച്ചു പോവുക തന്നെ ചെയ്യുന്നതായിരിക്കും. അതിന്റെ സാക്ഷാത്കാരമാണ് ബദറിൽ സംഭവിച്ചത്. അള്ളാഹുവിനോടും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകരോടും
യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അവർ മുന്നോട്ട് കുതിച്ചു. അവർ അഹങ്കാരം നടിച്ചുകൊണ്ടും മുസ്ലിങ്ങളെക്കാൾ എത്രയോ ഇരട്ടി തങ്ങളുണ്ട് എന്ന ധിക്കാരത്തോടുകൂടിയും അവർ മുന്നോട്ട് കുതിക്കുകയാണ്. എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ ശത്രുക്കൾക്കെതിരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച തന്ത്രം എന്താണെന്ന് വെച്ചാൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളാകുന്ന വലിയ സൈന്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ കണ്ണിൽ ചെറുതായി കാണിക്കുകയാണ്, കുറച്ചായി കാണിക്കുകയാണ്. അങ്ങനെ അങ്ങനെ യുദ്ധം തുടങ്ങുകയും മുഅ്മിനീങ്ങൾ ആ കൊച്ചു സൈന്യത്തെ നേരിടുന്നത് പോലെ ആ വലിയ സൈന്യത്തെ നേരിടുകയും ചെയ്തു. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികൾക്കെതിരെ ബദറിൽ നടത്തിയ അല്ലാഹുവിന്റെ തന്ത്രമാണ് വഅംതറ അർളൽ മഅരിക. ആ യുദ്ധഭൂമിയിൽ മഴ ഇറക്കുകയാണ്. വഹും ഫി അർളി സബ്ഖത്തിൻ. കുഫാറുകളായുള്ള ആളുകൾ നിൽക്കുന്ന ഭാഗം അത് പരിപൂർണമായും ചളിയായി മാറുകയാണ്, അഥവാ നിൽക്കാൻ കഴിയാത്ത വിധം ചളിയായി മാറുകയാണ്. വൽ മുസ്ലിമുന ഫി അർദി റംലിയ. അഥവാ മുസ്ലിങ്ങൾ നിൽക്കുന്ന ഭാഗമാകട്ടെ അത് മണലുള്ള ഭാഗമായിരുന്നു, ചളിയാകാതെ ആ നിലം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന രീതിയായിരുന്നു. അത് മഴ പെയ്തപ്പോൾ അവിടെ ഫകാന സലഖൻ അലൈഹിം വസബാതൻ ലിൽ മുഅ്മിനീൻ. സത്യനിഷേധികൾക്ക് പ്രയാസമാവുകയും മുഅ്മിനീങ്ങളായുള്ള ആളുകൾക്ക് അത് സ്ഥൈര്യം നൽകുകയും ചെയ്തു, അവർക്ക് കൂടുതൽ സൗകര്യമാവുകയും ചെയ്തു എന്നതാണ്. അതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, സത്യനിഷേധികൾക്കെതിരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ പ്രയോഗിച്ച തന്ത്രം എന്താണെന്ന് വെച്ചാൽ സുമ്മ അൻസല മലായികതഹു ലിഖിതാലിഹിം. സത്യനിഷേധികൾക്കെതിരെ യുദ്ധം ചെയ്യുവാൻ സത്യവിശ്വാസികൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ നിശ്ചയിക്കുകയാണ്. ബദറിന്റെ ചരിത്രം ഏറെ സുദീർഘമാണ്, ദീർഘമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഇൻഷാ അല്ലാഹ് സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് വിശദീകരിക്കാം. ഇവിടെ പറഞ്ഞു വന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മക്ർ അല്ലെങ്കിൽ കൈദ് എന്ന ആ ഒരു വിശേഷണം അതൊരിക്കലും തന്നെ നിരുപാധികം ഉപയോഗിക്കാവതല്ല. അത് പൂർണ്ണമായും ബാബുൽ മുഖാബലയിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നതാണ് സലഫുകൾ സ്വീകരിച്ച നിലപാട്. അതേ രീതിയിൽ തന്നെയാണ് ഇസ്തിഹ്സാ പോലുള്ള വിശേഷണങ്ങൾ, അതും അതേ രീതിയിൽ ബാബുൽ മുഖാബലയിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ ചുരുങ്ങിയ രീതിയിൽ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.